പാട്ടുകൾ സ്വയം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. നിയർ ടു 50 സോങ്സ് എൻ്റെ ഉണ്ട്. സിനിമ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു കാഴ്ചയും അടുത്തോട്ട് വരുന്തോറും പല മുഖങ്ങളും പല കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഫസ്റ്റ് പടം ചെയ്യാനായിട്ട് അവർക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ചിലപ്പോൾ ഞാനായിരിക്കും. നല്ല സിനിമകൾ വന്നാൽ ഉറപ്പായിട്ടും എന്നെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുകയും എന്തെങ്കിലും ഇപ്പോൾ ഒരു മോശമോ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ നമ്മളെ നശിപ്പിച്ച് ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്ന എൻ്റെ സ്വന്തം ഓഡിയൻസ് ആണ് എന്നെ ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്തുന്നത്. പക്ഷെ ഒരു പോയിന്റിൽ ഇതെല്ലാം പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് സംഭവിച്ചത്. ദൃഢത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം മലയാളത്തിന്റെ സ്വന്തം ഷെയ്ൻ നിഗമാണുള്ളത്. നമസ്കാരം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഷെയ്ൻ്റെ ഒരു ടാലന്റിനെ മലയാളികൾ കാണുന്നത് ഒരു റിയാലിറ്റി ഷോ, ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ. അവിടെ നിന്ന് ഡാൻസിൽ നിന്ന് സിനിമ എങ്ങനെയാണ് ചൂസ് ചെയ്തത്? ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സിനിമ ഞാൻ ചൂസ് ചെയ്ത് വന്നതല്ല, സിനിമയാണ് ഷെയ്നെ ചൂസ് ചെയ്തത്. സിനിമയാണ് ചൂസ് ചെയ്തതെന്നുള്ളതുമല്ല. ഇപ്പൊ എങ്ങനെയാ പറയാന്ന് വെച്ചാൽ കോയിൻസിഡന്റ്ലി ഓരോന്നായി ഇപ്പൊ റിയാലിറ്റി ഷോ കാരണമായി സീരിയലിന് വേണ്ടി, സീരിയൽ കാരണമായി സിനിമയിലേക്ക് വേണ്ടി എന്നുള്ള പോലെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ സമയത്തൊക്കെ ഒരു റോള് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചൂസ് ചെയ്യുന്നതൊക്കെ എങ്ങനെയായിരുന്നു? നല്ല പ്രോജക്റ്റുകൾ ആ സമയത്ത് നമ്മളെ തേടി വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈവൻ അന്നയും റസൂലാണ് ശരിക്കും പറഞ്ഞ ഒരു ക്യാരക്ടർ വൈസ് എനിക്കൊരു ബ്രേക്ക് ആകുന്നൊരു സിനിമ. അത് ഞാൻ ചൂസ് ചെയ്തു എന്നുള്ളതല്ല, എന്നെ വിളിച്ച് നമ്മൾ രാജീവ് സാറിനോടുള്ള അമിതമായ സിനിമാറ്റോഗ്രാഫറിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് കാണാനും പരിചയപ്പെടാനും വേണ്ടി പോയതാണ്. അങ്ങനെയാണ് ആ അവസരം കിട്ടുന്നത്. സാർ എന്ത് പറഞ്ഞു അത് ഞാൻ ചെയ്തു. അതിനുശേഷം പിന്നീട് കിസ്മത്ത് വന്നതാണെങ്കിലും കളക്റ്റീവ് ഫേസ് 1 ബാനറിൽ തന്നെയാണ്, സാറിൻ്റെ പ്രൊഡക്ഷൻ്റെ അണ്ടറിലായിരുന്നു. അപ്പോൾ കിസ്മത്താണ് ശരിക്കും എൻ്റെ കിസ്മത്ത് മാറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതെല്ലാം കാരണമായി എന്നുള്ളതാണ്. സോ ആ ഒരു ബ്രേക്കിന് ശേഷം ലൈഫ് എങ്ങനെയാണ് മാറിയത്? ലൈഫ് മാറി, കംപ്ലീറ്റ്ലി അപ്സൈഡ് ഡൗൺ തിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പുറത്തുനിന്നൊരു ആള് കാണുന്നതല്ല, ശരിക്കും പറഞ്ഞ അകത്ത് അതൊരു കംപ്ലീറ്റ്ലി വേറെ വേൾഡാണ്. അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ രീതികളും അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അപ്പോൾ ഒരു ശരാശരി ഫാദർ സിനിമയിലുള്ള ഒരാളാണ് എന്ന് പറയാം. പക്ഷെ എന്നാൽ കംപ്ലീറ്റ്ലി ഒരു സിനിമക്കാരനായിരുന്നില്ല, ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾക്കൊരു പരിധി വരെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു സിനിമയിൽ എന്താണ് ഇങ്ങനെ. പക്ഷെ നമ്മളത് നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഏജിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വാസ് വെരി ഓവർവെൽംഡ് ഫോർ സം സിറ്റുവേഷൻസ്. അതിന് ടാക്കിൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു ദാറ്റ് വാസ് ദ ബിഗസ്റ്റ് ചാലഞ്ച് ഫോർ മീ. അപ്പോൾ അഭിചേട്ടനോ അബിക്കാന്നോ ഒക്കെ നമ്മൾ മലയാളികൾ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന വാപ്പയുടെ ഒരു ലെഗസി എപ്പോഴെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വാപ്ഷിനോട് ഭയങ്കര സ്നേഹം എല്ലാവർക്കും ഉണ്ട്. ആർട്ടിസ്റ്റും ആസ് എ പേഴ്സണും എല്ലാവർക്കും ഇഷ്ടമാണ് വാപ്ഷിനെ. ആ ഒരു ഇഷ്ടത്തോടെ തന്നെ എന്നെയും കണ്ടിട്ടുള്ളൂ. എൻ്റെ ജേർണിയിൽ അത് സപ്പോർട്ടീവ് ആയിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ ആ ഒരു കാര്യം. അതല്ലാതെ എനിക്കതൊരു ബേർഡനായിട്ടോ അല്ലെങ്കിൽ എനിക്കതൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഉറപ്പായിട്ടും. കാര്യം വാപ്ഷിനെ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ എനിക്കും നല്ലൊരു പേര് വരണം എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആഗ്രഹിക്കുമല്ലോ, അല്ലെങ്കിൽ മോശം പേര് വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ അത് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അതൊരു ബേർഡനല്ല, പക്ഷെ അതൊരു നല്ലൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അതേപോലെ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ കുറേ സ്ട്രഗിൾസിലൂടെ പോയി വന്ന ഒരു ആളാണ്. ആ സ്ട്രഗിൾസിനൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അത് വളരെ ബോൾഡായിട്ട് എനിക്ക് തോന്നുന്നു ഷെയ്ൻ്റെ ആ ഒരു ഏജിൽ ഷെയ്ൻ വളരെ ബോൾഡായിട്ട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു അത്? നമ്മളിപ്പോൾ ഒരു കടലിലേക്ക് എടുത്ത് ചാടി കഴിഞ്ഞ് നീന്താൻ അറിയാത്ത ഒരാളെങ്ങനെ കരയിലേക്ക് അടുക്കുമോ അതേപോലെയുള്ള വെപ്രാളവും പ്രശ്നങ്ങളും ഒക്കെ തന്നെയായിരുന്നു ഒരു ടൈം എനിക്ക് ക്യാവോസ് തന്നെയാണ്. ഇപ്പോൾ ഒരു സിനിമ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു കാഴ്ചയും അടുത്തോട്ട് വരുന്തോറും പല മുഖങ്ങളും പല കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. തീർച്ചയായും അവിടെ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഫസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. ഞാൻ ആകെ ഡൗൺ ആയിപ്പോയിരുന്നു, പ്രതികരിക്കാൻ പറ്റാതെ മിണ്ടാണ്ടായിപ്പോയിരുന്നു. പക്ഷെ ഒരു പോയിന്റിൽ ഇതെല്ലാം പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് സംഭവിച്ചത്. പക്ഷെ അതിന് ആ ഒരു ഏജിന്റെ ഒരു ഇമ്മച്യൂരിറ്റി ആയിട്ട് ഞാനിപ്പോൾ കാണുന്നുള്ളൂ. അതിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ ഐഡിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ദർ ആർ പ്രാക്ടിക്കാലിറ്റീസ് ഇൻ ലൈഫ്, അതായത് ദർ ആർ ഗ്രേസ്. ബ്ലാക്കും വൈറ്റും മാത്രമല്ല ലൈഫ് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു ജേർണി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളാണ് ജീവിതത്തിനെ
പറ്റി പഠിക്കാൻ സാധിച്ചത് സാധിച്ചത് ആ ഒരു ജേണിയിലൂടെ. സ്ട്രഗിൾസ് ആണ് നമ്മളെ ഷേപ്പ് ചെയ്യുന്നത് എപ്പോഴും. തീർച്ചയായിട്ടും. എനിക്ക് ഇത്രയും ദൂരെ നിന്ന് സിനിമയെ കാണുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് യു ഹാവ് ഓൾവേസ് കം ബാക്ക് വിത്ത് ദ ബാക്ക്. ദൈവം തരുന്നത് മാത്രമാണ്. എങ്ങനെയാണ് ഇത്രയും ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്? ഫാമിലിയാണ് അതിൻ്റെ മെയിൻ റീസൺ. ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാൻ കഴിയുന്നതിൻ്റെ റീസൺസ് ഫാമിലിയാണ്. എൻ്റെ 2 സിസ്റ്റേഴ്സ്, യങ്ങർ സിസ്റ്റേഴ്സ്, എൻ്റെ ഉമ്മച്ചി, ഉറപ്പായിട്ടും എൻ്റെ വാപ്ചി. ഇപ്പം ഇല്ലെങ്കിലും വാപ്ചിയുടെ പേരും പറയണമല്ലോ. ഇവർ തന്നെയാണ് കാരണം. പിന്നെ ഉറപ്പായിട്ടും എൻ്റെ ഓഡിയൻസ്. ഇപ്പോൾ നല്ല സിനിമകൾ വന്നാൽ ഉറപ്പായിട്ടും എന്നെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുകയും എന്തെങ്കിലും ഇപ്പോൾ ഒരു മോശമോ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ നമ്മളെ നശിപ്പിച്ച് ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്ന എൻ്റെ സ്വന്തം ഓഡിയൻസാണ് എന്നെ ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്തുന്നു എന്ന് പറയാം. യു നെയിൽഡ് ഇറ്റ്. അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടത്. അല്ല, അത് ഫാക്റ്റ് ആണല്ലോ. ഇപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ അത്രയും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ അതിനെ ചിലപ്പോൾ ഓവറായിട്ട് പ്രശംസിച്ച് ഇനി ചിലപ്പോൾ അധികം തെറ്റൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, എന്നാലും അതിനെ നശിപ്പിച്ച് അത് അതിന്റെ പാർട്ടാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സക്സസ് ആൻഡ് ഫെയിലിയർ നമ്മുടെ ഭാഗമാണ്, ജീവിതത്തിന്റെ ഭാഗമാണ്. ആൻഡ് കമ്മിങ് ടു അപ്പം കൊറോണ പേപ്പേഴ്സ്, വേല അതുപോലെയുള്ള സിനിമകളിൽ ഒരു പോലീസ് വേഷത്തിലൂടെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ദൃഢത്തിലേക്ക് വരണതിന് മുന്നേ പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ദൃഢം പോർട്രേ ചെയ്യണേ എന്നുള്ളത് അതിൻ്റെ ട്രെയിലറിൽ നിന്നും വളരെ വ്യക്തമായൊരു കാര്യമാണ്. ബിക്കോസ് സാധാരണ ഒരു പോലീസുകാരൻ്റെ കഥ പറയുന്ന ചിത്രമല്ല ദൃഢം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു സാധാരണക്കാരൻ പോലീസ് ആയാൽ എന്നുള്ളൊരു സിനിമയാണെന്നാണ് നമുക്ക് ട്രെയിലറിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ളത്. എവിടെയെങ്കിലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നിയോ? അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് എൻ്റെ തുടക്ക സമയത്ത് ഞാൻ തിരഞ്ഞെടുത്തിരുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം ഒരു റെബൽ, അഡോളസൻ, ആ ഒരു പോർട്രേയിലായിരുന്നു ഞാൻ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈമിൽ എനിക്ക് എവിടെയോ ഒരു കുറച്ച് ടൈപ്പ് കാസ്റ്റഡ് ആയി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഞാൻ അതുകൊണ്ട് കോൺഷ്യസ്ലി മാറ്റി കുറെ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഇപ്പം ഈ അടുത്തും ചെയ്തു. ഇപ്പൊ ദൃഢത്തിന് വെച്ച് മുമ്പുള്ള പോലീസ് വേഷം ദൃഢത്തിന് വെച്ച് കമ്പയർ ചെയ്താൽ ദേ ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്റ്റോറി ആൻഡ് ക്യാരക്ടറൈസേഷൻ. അതായത് ഇയാളൊരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടൊരു കക്ഷിയല്ല, ഇയാളൊരു പാവത്താനാണ്. ഇയാളൊരു ഒരുപാട് വൾണറബിലിറ്റീസ് ഉള്ള, അതായത് ഒരു ക്ലൂവും കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മ സമാധാനിപ്പിക്കുന്ന, അതായത് ഒരു നമ്മൾ ഈ പറയുന്ന ഒരു ഫാമിലി, അതായത് ഏതൊരാളെയും പോലെ ആദ്യമായിട്ട് ഒരുപാട് പ്രതീക്ഷയോടെ ജോലിയിൽ വന്ന് പക്ഷെ അയാൾ പ്രതീക്ഷതല്ല അയാളെ കാത്തിരുന്നതെന്ന് പറഞ്ഞ പോലെ ആ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെ ഈ സിനിമ മുന്നോട്ട് പോകുന്നു. ഫസ്റ്റ് ജോബിൽ തന്നെ വലിയൊരു ഭാരം അയാൾ ചുമക്കേണ്ടി വരികയാണ്. അതാണ് എനിക്ക് തോന്നുന്ന ഒരു ന്യൂ ടേക്ക്. ഇപ്പൊ കൊറോണ പേപ്പർ ആണെങ്കിൽ ശരി, വേലയാണെങ്കിൽ ശരി, പ്ലോട്ട് ലൈൻ വെച്ചും ക്യാരക്ടറൈസേഷനിലും വ്യത്യാസമുണ്ട്. കൊറോണ പേപ്പറിൽ ഒരു തോക്ക് മിസ്സാവുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമയുടെ പോകുന്നത്. പക്ഷെ ദൃഢം കംപ്ലീറ്റ്ലി ഒരു മർഡർ മിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നെല്ലാം പറയാവുന്ന ഒരു ജോണറിലാണുള്ളത്. അതാണോ ഈ സിനിമ ചൂസ് ചെയ്യാനുണ്ടായിരുന്ന കാരണം? ചൂസ് ചെയ്യാനുണ്ടായ കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, ജിത്തു ജോസഫ് സാർ എന്ന ഫാക്ടർ തന്നെയാണ്. ജിത്തു സാർ എന്നെ ഒരു പ്രോജക്റ്റിന് വിളിക്കുന്നു എന്നുള്ള ഒരു അഭിമാനകരമായ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. അതും പ്ലസ് ഇതിൻ്റെ സ്റ്റോറി ലൈനും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതിലെ ക്യാരക്ടറിനെ പോലെ ഷെയ്നെ എവിടെയെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന പേഴ്സണൽ ക്യാരക്ടർ അത്രയും ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരാളാണോ? എനിക്ക് കിട്ടുന്ന എന്ത് ക്യാരക്ടറാണോ, നോ മാറ്റർ വാട്ട്, അതിൻ്റെ പുറത്ത് എന്ത് ഡ്രാമ നടന്നോട്ടെ, ഞാൻ എൻ്റെ കഥാപാത്രത്തിനെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഞാൻ വിട്ടുകൊടുത്തിട്ടുമില്ല ഇന്നുവരെ. അതാണ് എൻ്റെ ലൈഫിൻ്റെ മീനിങ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ലൈഫ് ചേഞ്ച്ഡ്. എൻ്റെ കംപ്ലീറ്റ്ലി പെർസ്പെക്റ്റീവ് മാറി. അറിയാതെ സിനിമയിലേക്ക് വന്നു ചേർന്നതാണെങ്കിലും ഒരു പോയിന്റിൽ എനിക്കത് ക്ലിക്കായി. ദർ ഇസ് സംതിങ് കോളിംഗ് ഇൻസൈഡ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിൽക്കുന്നത്. സിനിമാസ് കോളിംഗ് യു ഫ്രം വിത്തിൻ. ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ് കിട്ടുന്നത്. ഒരു സീൻ നന്നായാൽ എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ സന്തോഷമാണ്. അത് ഭയങ്കരമായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറാനും ഇങ്ങനെ അത് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് തനിയെ വന്നതാണ്. അതെന്റെ ജോലിയാണല്ലോ എന്ന് ഓർത്ത് ചെയ്യുന്നതല്ല. അങ്ങനെ ഇന്ന് വരെ ചെയ്തതിനകത്ത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടറോ ഒരു സീനോ ഉണ്ടോ? ഫിസിക്കൽ എഫേർട്ടും വെക്കാം, മെന്റൽ എഫേർട്ടും വെക്കാം. അത് രണ്ടായിട്ട് വെക്കാം. മെന്റലി എഫേർട്ട് ഇട്ട് ചെയ്ത, അതായത് കംപ്ലീറ്റ്ലി നമ്മൾ ഷാറ്റേഡ് ആയി പോയ പടം ശരിക്കും എനിക്ക് തോന്നുന്ന ഭൂതകാലമാണ്. പിന്നത്തെ ഒരു ഫിസിക്കൽ എഫേർട്ടിന്റെ ഇത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 2 സിനിമകൾ പറയണം. ഒന്ന് RDX, പക്ഷെ അതിനേക്കാളും കൂടുതൽ ഫിസിക്കൽ എഫേർട്ട് എടുത്ത പടം ബൾട്ടിയാണ്.
ഭൂതകാലം വാട്ട് എ മൂവി. അതായത് ഇപ്പോഴും ആൾക്കാർക്ക് എൻ്റെ അടുത്ത് പേഴ്സണലി ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ആ സിനിമ കാണാൻ ആൾക്കാർക്ക് പേടിയാണെന്ന്. അതായത് അങ്ങനെ ഒരു മൂവി എനിക്ക് തോന്നുന്നു, അങ്ങനെ ഒരു മലയാള സിനിമയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇഷ്ടംപോലെ ഇംഗ്ലീഷ് മൂവീസ്, ഹോളിവുഡ് മൂവീസ്, അങ്ങനത്തെ മൂവീസ് ഉണ്ട്. ഹൗ ഡിഡ് ഇറ്റ് കെയിം ടു യു? വന്നത് ഇങ്ങനെ മദറിൻ്റെ ഫോണിലോട്ടാണ് ഈ രാഹുൽ സദാശിവൻ മെസ്സേജ് ചെയ്യുന്നത്. സോ ഈ വാണ്ടഡ് ടു ടെൽ എ സ്റ്റോറി. അപ്പോൾ എനിക്ക് അതിൽ സ്ട്രൈക്ക് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലേട്ടൻ അയച്ച മെസ്സേജിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ടായി. സോ ഹി വാസ് ഷോയിങ് എ ഗോസ്റ്റ് വിത്തൗട്ട് ഷോയിങ് ഇറ്റ്. അപ്പോൾ ആ ക്ലിപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഡ്ജിലോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഈറിനെസ് വരും. അപ്പോൾ എനിക്ക് എന്തോ പുതിയ പരിപാടിയാണ് രാഹുലേട്ടൻ പ്ലാൻ ചെയ്യുന്നതെന്ന് മനസ്സിലായി ആ ഒരു ഒറ്റ ക്ലിപ്പിൽ. സോ ഈസ് നോട്ട് ഗോയിങ് ടു ഷോ എ ടിപ്പിക്കൽ ഹൊറർ സ്റ്റോറി. പിന്നെ എനിക്കിത് എന്താണെന്ന് അറിയണം. അങ്ങനെ കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കുന്ന ഒരു ഹോണ്ടഡ് ബംഗ്ലാവിലല്ല, നിങ്ങളുടെ എല്ലാവരുടെയും തൊട്ടടുത്തുള്ള ഏതോ ഒരു വീട്ടിലാണ് ഈ സിനിമ നടക്കുന്നത്. വെരി ക്ലോസ്, മേ ബി യുവർ ഹോം. പറയാൻ പറ്റില്ല, വി ഡോണ്ട് നോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, റിയലിസ്റ്റിക് ആയ ഹൊറർ സിനിമ എന്നുള്ള ആംഗിളിലാണ് അതിനെ അപ്രോച്ച് ചെയ്തത്. അതേപോലെ ചെയ്തു വന്ന ഏതെങ്കിലും ക്യാരക്ടറിൽ നിന്ന് ഒരു ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ആയതിനു ശേഷം തിരിച്ച് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരാൻ സമയമെടുത്ത സിനിമ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അങ്ങനെ ഉണ്ടാവോ? ഇഷ്കൊക്കെ ചെയ്ത സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ആ ഒരു ഓൺ ആൻഡ് ഓഫ് അറിയില്ലായിരുന്നു. ഇപ്പൊ ഈവൻ കുമ്പളങ്ങി ചെയ്ത ഉടനെ തന്നെ ഇഷ്ക ചെയ്ത്. അപ്പൊ കുമ്പളങ്ങി നൈറ്റ്സിൽ നിന്ന് ഞാൻ ഒരുപാട് ആ ക്യാരക്ടറിലേക്ക് ഒബ്സസ്ഡ് ആയി നിന്ന ടൈമിൽ എൻ്റെ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞ് എന്നെ ഇഷ്കിലെ കഥാപാത്രമാക്കി. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായിപ്പോയി. എനിക്ക് എന്തോ എന്നെ മനസ്സിലാവുന്നില്ല, കണ്ണാടി നോക്കിയിട്ട് എന്നെ കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് എനിക്ക് ബോബിയിൽ അറ്റാച്ച് ആയി പോയോണ്ടാണോ എന്നറിയില്ല. തിരിച്ചിപ്പുറത്ത് വന്ന് ഇഷ്ക് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ അത് നൈറ്റ് ഷൂട്ടുകളായിരുന്നു, പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായി എനിക്ക്. ആ സമയത്ത് ഇച്ചിരി അധികം സൈക്കോളജിക്കലായി ഭയങ്കര ഡ്രെയിൻ ആയി പോയി. ഞാൻ ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു. അവിടെ ലേക്ഷ ഹോസ്പിറ്റലിന്റെ പാർക്കിങ്ങിൽ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് നടക്കണം. അപ്പോൾ അതിൽ ഒരു ഒരു ദിവസം ഓർമ്മയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ നൈറ്റാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അത്ര നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ഷൈൻ ചേട്ടനും ജാഫർക്കയും വന്ന് ടോർച്ചറിങ്. അപ്പം ഞാൻ ആ ടോർച്ചർ എടുത്തോണ്ടിരിക്കണേ. എനിക്കിത് പറ്റാനുള്ള ഒരു പോയിന്റിൽ ന്യൂ ഇയറിന്റെ ദിവസം ഞാൻ ബോധം കെട്ട് വീഴുകയാണ്. ന്യൂ ഇയറിനായിട്ട് ട്രിപ്പ് ഇട്ട് കിടക്കുന്നത് ആ സീനൊക്കെ. ഇപ്പം അങ്ങനെ അല്ല. ഇപ്പം നമുക്ക് അതിനുശേഷം ഒരു ബാലൻസ് പിന്നീട് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എല്ലാം ഇത് സിനിമയാണെന്നുള്ള ബോധവും, ഇതൊരു ഫ്രൈഡേ വരുന്നു, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം, എന്തും സംഭവിക്കാം. സോ യു ഹാവ് ടു മൂവ് ഓൺ, ഇറ്റ്സ് യുവർ ലൈഫ്. ഇത് പിന്നീടാണ് എന്നുള്ള മറ്റേത് മൊത്തമായിട്ട് സൂയിസൈഡിലായിരുന്നു. യൂഷ്വലി ഒരു കഥ കേട്ടതിന് ശേഷം, ഒരു സ്ക്രിപ്റ്റ് കിട്ടിയതിന് ശേഷം, അതായത് അത് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം ആ ക്യാരക്ടർ ആവാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ? മനസ്സിലാക്കാൻ നോക്കാം അയാൾ ആരാണ്, അയാൾ എങ്ങനെയായിരിക്കും, അയാളുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയായിരിക്കും, അയാളെ എങ്ങനെ മൈൻഡിലിട്ട് ഡിസൈൻ ചെയ്യാലേ നടക്കുള്ളൂ. പക്ഷേ ഏത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കതൊന്നും തൃപ്തിയാവില്ല. കാര്യം കണ്ണാടി നോക്കി നമുക്കൊന്നും അത് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്കതൊരു ഭയങ്കര വർക്കാവൂല. പിന്നെ ഡയറക്ടറിന്റെ ഒരു ഇൻപുട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പുള്ളിയുടെ മനസ്സിൽ ഒരു കറക്റ്റ് ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്ക് പകുതി പണിയില്ല. അല്ലെങ്കിൽ നമ്മൾ ആ പണിയും കൂടെ എടുക്കണം. അതൊക്കെയാണ് അത്. പെർഫോമൻസ് ഡ്രിവൺ സിനിമകളാണോ കമേഴ്ഷ്യൽ സിനിമകളാണോ ഷെയ്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു കഥയുണ്ടെന്ന് വിചാരിക്കുക, അത് ഏത് ജോണറിലുള്ള സിനിമയാണെങ്കിലായിരിക്കും ഷെയ്ൻ പ്രിഫർ ചെയ്യുക? ജോണർ പ്രശ്നമില്ല. എല്ലാ ജോണറിലും ഒരു പടമെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതില് വരാത്തത് എന്തെങ്കിലും അതിനോടൊപ്പം തന്നെ ആ കഥ കേൾക്കുമ്പോൾ നമുക്കൊരു കണക്ഷൻ തോന്നും. എങ്ങനെ അത് പറയണ്ടേന്ന് അറിഞ്ഞൂടാ. എവിടെയെങ്കിലും നമുക്കൊരു സ്പാർക്ക് ഫീൽ ചെയ്യണം. അല്ലെങ്കിൽ നമുക്കത് വർക്കാവില്ല. ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മൾക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, ആ ഡ്രസ്സ് ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. ചിലപ്പോ കഥകളുണ്ടാവും, അതായത് ആർക്കോ വേണ്ടി എഴുതി, പക്ഷെ അത് കിട്ടാണ്ടായിട്ട് വന്ന് നമുക്ക് മനസ്സിലാവും അത് എന്റെ അല്ലാന്ന്. അതിനോട് നമുക്ക് പൊതുവെ ഇപ്പൊ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ, ഒരു വെള്ളിയാഴ്ചയാണ് ഒരു സിനിമയുടെ ഭാവി. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അണ്ടർ റേറ്റഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ അണ്ടർ റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? തോന്നിയിട്ടൊക്കെ ഉണ്ട്. അത് ഞാൻ ഏതാണെന്നൊന്നും പറയാനുള്ള, അത് അതിനെ വെച്ചിട്ട് ആൾക്കാർ വന്നിട്ട് പറയും. അറിയാലോ, ഞാനാണെങ്കിൽ കുറച്ച് അത് മാത്രമേ ഉള്ളൂ. ഞാൻ അത്തരം റിസ്കുകൾ എടുക്കുന്നില്ല. കുറച്ച് പടങ്ങളുണ്ട്. ഇപ്പൊ വരുന്ന സിനിമകള് മലയാളത്തിൽ പ്രത്യേകിച്ചും ഒരു മെസ്സേജും കൂടെ കൊടുക്കണം എന്നുള്ളൊരു
തോട്ട് പ്രോസസ് ആണ് തോന്നുന്നു ഇപ്പൊ കറന്റ്ലി മലയാളം ഇൻഡസ്ട്രിയിലെ സിനിമകളൊക്കെ സംസാരിച്ചു വരുന്നൊരു കാര്യം. അങ്ങനെ ഒരു മെസ്സേജ് ദൃഢത്തിലുണ്ടോ? ബേസിക്കലി ഓഡിയൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത് ഈ സിനിമ. കാര്യം ഇത് അങ്ങനെ ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങി പിന്നീട് അങ്ങനെ ഒരു ത്രില്ലിംഗ് പരിപാടിയിലേക്ക് മാറി ഒരു സിനിമാറ്റിക് ഹൈ ഒക്കെ കൊടുക്കുന്ന ഒരു സിനിമയാണ്. ഓക്കെ, എനിക്കറിയില്ല അതെങ്ങനെ. ട്രെയിലർ കണ്ടപ്പോൾ അല്ലെങ്കിൽ ബാക്കി റീൽസുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു സാധാരണക്കാരനും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ എലിമെന്റ്സ് ഉണ്ട്. ഇത് കാണുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും ഈ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അത് കഥാ സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ അല്ല. കാര്യം എല്ലാവരും എല്ലാ ദിവസവും പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ ആ കഥാപാത്രത്തെയും നടക്കുന്ന കാര്യങ്ങളും അവരെ എൻഗേജ് ചെയ്യിക്കുമെന്നാണ് തോന്നുന്നത്. ഓൾറൈറ്റ്, സിനിമയ്ക്ക് പുറത്ത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യമാണ് ഷെയ്ൻ എത്ര നന്നായി പാടുന്ന ആളാണെന്ന്. നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്റ്റേജിൽ എനിക്ക് രണ്ടുപേരെ പാടാൻ ഷെയ്ൻ്റെ കൂടെ നിന്ന് പാടാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ അയ്യോ ഇദ്ദേഹം പാട്ട് പാടുമോ, കാരണം എനിക്കറിയാവുന്നത് ഡാൻസ് ചെയ്യുന്ന അഭിനയിക്കുന്ന ഷെയ്നെ മാത്രമാണ്. എന്നെ സംബന്ധിച്ച് ഇറ്റ് വാസ് എ വാവ് ഫാക്ടർ. ആൻഡ് അതൊരു ആരെങ്കിലും ഒരു പാട്ട് പാടിയതല്ല, ആ പാട്ട് അത്രയും ഭംഗിയായിട്ട് ഷെയ്ൻ പാടിയിട്ടുണ്ടായിരുന്നു. പാട്ടിലേക്ക് പുതിയ പ്രോജക്റ്റുകൾ ഞാനിപ്പോൾ വിചാരിക്കുന്നു ഞാൻ കേട്ടതുപോലെ അന്ന് ആ ആഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ ഉണ്ടായിരുന്ന ആൾക്കാർ കേട്ടതുപോലെ മലയാളികൾ ഷെയ്ൻ്റെ പാട്ട് കേൾക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാട്ടിൽ എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പാട്ട് എങ്ങനെയാണ് ലൈഫിനെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്? ആ ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് സത്യം പറഞ്ഞാൽ കൂടുതലായിട്ടും പാട്ടിനോടും അല്ലെങ്കിൽ പാട്ടുകൾ സ്വയം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. പിന്നെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇടയ്ക്കൊരു സീസൺ വരും മേ ബി, അപ്പോൾ ഞാൻ കുറച്ച് പാട്ടുകൾ ഉണ്ടാക്കി വെക്കും. നിയർ ടു 50 സോങ്സ് എൻ്റെ ഉണ്ട്. പക്ഷെ ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷൻ ഉണ്ട്. ആ ഒരു വിഷന് ട്രസ്റ്റ് ചെയ്ത് വരുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഇത് റിലീസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് എനിക്കറിയാം. വെറുതെ ഇതിങ്ങനെ യൂട്യൂബിൽ ഇട്ടിട്ട് കുറെ ആൾക്കാരുടെ കമന്റ് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അതൊരു എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ഇപ്പൊ ഈ കാണുന്ന റിയാലിറ്റി അല്ല. എന്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കട്ടെ, അത് ഏത് ജോണറിൽ വരുന്നതാണ്? സംതിങ് അതിനൊരു ജോണർ ഇല്ല, ജോണർലെസ് പാട്ടാണ്. അത് മലയാളം മെലഡിയാണ്, പക്ഷെ അതില് പലതരം ബീറ്റും പലതരം സൗണ്ട്സ്കേപ്പും ഒക്കെ ഉള്ള. ഇറ്റ്സ് നോട്ട് വൺ ജോണർ. സിനിമയില് പ്രതീക്ഷിക്കാമോ? സിനിമയ്ക്ക് പറ്റിയ പാട്ടുകളല്ല അങ്ങനെ എന്തെങ്കിലും അല്ല, അത് സിനിമയ്ക്ക് പറ്റിയ പാട്ടുകളല്ല, പക്ഷെ സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ എനിക്ക് അങ്ങനെ വേണ്ടി ഉണ്ടാക്കാനും അറിയില്ല എന്നുള്ളതാണ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ല, ഒന്നും അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഒരു ഫ്ലോയിൽ ചില സമയത്ത് വരുമ്പോ നോട്ട് ചെയ്ത് വെക്കും, ലിറിക്സ് ഒക്കെ ചിലപ്പോ വരുന്നതിനായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്യൂൺ കിട്ടും. അപ്പൊ അത് ഗരാജ് ബാൻഡിൽ തന്നെ, ഐഫോണിലെ ഗരാജ് ബാൻഡിൽ തന്നെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പാട്ടുകളാണ്. എല്ലാം എക്സ്പെരിമെന്റൽ ആണ്, റോ ആണ്. അപ്പോ റോ ആണെന്നുള്ളതല്ല, അതെങ്ങനെ പറയണമെന്ന് അറിയില്ല. അത് എല്ലാത്തിന്റെയും കൂടെ ഒരു മിക്സ് ആണ്. അതിങ്ങനെ കേൾപ്പിക്കാതെ വെക്കരുത് എന്നാണ് ഞാൻ പറയുള്ളൂ. കേൾപ്പിക്കണം, പക്ഷെ എനിക്ക് അതിനുള്ള ഒരു കറക്റ്റ് വിഷ്വൽ സപ്പോർട്ടോടെ കേൾപ്പിക്കണം. അപ്പൊ ഷെയ്ൻ വെയിറ്റ് ആണ്, റൈറ്റ് ഹാൻഡ്സ് ടു സപ്പോർട്ട് മീ. അപ്പോ we can actually ask for an invitation. ഷെയ്ൻ വെയിറ്റ് ചെയ്യാണ്. നല്ലൊരു കൊലാബറേഷൻ, നല്ലൊരു അസോസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മലയാളികൾക്കും ഷെയ്നിന്റെ 50 പാട്ടുകളും കേൾക്കാൻ ആഗ്രഹമുണ്ട്. യെസ്, ഷുവർ, ബട്ട് ഡെഫിനറ്റ്ലി we would love to. അത് കേൾക്കാനും അത് അറിയാനും, എന്താണെന്ന് അറിയാന്നുള്ളത് അത് നമുക്ക് ഏറ്റവും നല്ലത് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതല്ലേ. അതിനുവേണ്ടി തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് എക്സ്പീരിയൻസ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ദൃഢത്തിന്റെ ഒരു എക്സ്പീരിയൻസിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു ജീത്തു ജോസഫ് സാറിന്റെ കൂടെയുള്ള വർക്ക് എക്സ്പീരിയൻസ്? ജിത്തു സാറുമായിട്ട് സംസാരിച്ചത് വളരെ കുറവായിരിക്കും, പക്ഷെ സംസാരിച്ചിടത്തോളം വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് നമ്മളിന്നിപ്പോൾ ഒരു മലയാള സിനിമയെ ശരിക്കും പറഞ്ഞാൽ ദൃശ്യം എന്ന സിനിമ റെപ്രസെന്റ് ചെയ്യുന്നത് ചെറിയ രീതിയിലല്ല, ലോകത്ത് എവിടെ എന്താ പറയാ. ഞാനിപ്പോൾ ഈവൻ തെലുഗു ഇൻഡസ്ട്രിയിൽ പോകുമ്പോഴും എൻ്റെ ഇറങ്ങാൻ പോകുന്ന പടം ജിത്തു ജോസഫ് സാറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ലൈഫ്. ആ ഒരു റെസ്പെക്ട് എനിക്ക് കിട്ടുന്നതിന്റെ റീസൺ ബിക്കോസ് ഓഫ് ലെജൻഡാണ് ശരിക്കും പറഞ്ഞാൽ. ജിത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടി, ഒരു ചാൻസ് കിട്ടി. ജിത്തു സാറിന്റെ ഡയറക്ഷനിൽ അല്ലെങ്കിലും ബട്ട് ഹി വാസ് ദേർ. ഇറ്റ് ഈസ് ഹിസ് ബാനർ. സോ അത് വലിയൊരു അഭിമാനം തോന്നുന്ന കാര്യമാണ്.
ഷെയ്ൻ്റെ പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു ഡോണ്ട് ഹെസിറ്റേറ്റ് ടു വർക്ക് വിത്ത് എൻ ഡെബ്യൂട്ടന്റ് ഡയറക്ടർ. വൺ ഓഫ് ദ റീസൺ എന്നെ അങ്ങനെയുള്ള ഒരു അപ്രോച്ച് ചെയ്യാറുള്ളൂ. ഓക്കെ, എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. യു സോ ഗ്രൗണ്ടഡ്. ഐ കാൻ ടെൽ എനിത്തിങ്. ഞാനത് ഉള്ള കാര്യം പറയണോ, ഇല്ലാത്തത് നമ്മൾ വെറുതെ. സോ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ. യങ്സ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ആ ഫസ്റ്റ് പടം ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് പടം ചെയ്യാനായിട്ട് അവർക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ചിലപ്പോൾ ഞാനായിരിക്കാം. ചിലപ്പോൾ അവർക്ക് ധാരണയുള്ള ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ എൻ്റെ ആവശ്യം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം. നേരെ തിരിച്ചയക്കൂടെ? അവർക്ക് അവരുടെ ഒരു വർക്ക് പ്രൂവ് ചെയ്യാൻ ഷെയ്നെ പോലൊരു അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ആ ഒരു ബേസിക്കലി അവർക്കൊരു പാഷൻ പ്രോജക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു, അതൊരു വലിയ ചോയ്സ് അല്ലേ അവരെടുക്കുന്നതാണെങ്കിൽ. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഇപ്പൊ നേരത്തെ ഷെയ്ൻ പറഞ്ഞതുപോലെ ഷെയ്ന്റെ വളരെ പ്രിയപ്പെട്ടതായിട്ടുള്ള 50 പാട്ടുകളും ഷെയ്ൻ വെയിറ്റ് ചെയ്യാണ്. അതായത് ഷെയ്നിന് അത്രയും വിശ്വാസമുള്ള ഒരാളുടെ കയ്യിൽ മാത്രമേ ഷെയ്ൻ ഇത് കൊടുക്കുള്ളൂ. അതേപോലെ ആയിരിക്കാം അവരും. തീർച്ചയായിട്ടും അതെ, അവരുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞു തന്നെ. അതായത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഒരാൾക്ക്, ഓൾറെഡി പ്രൂവ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഓൾവേസ് പാഷനേറ്റ്. ഇല്ലാന്നല്ല പറയുന്നത്, ബട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ ആണ്. ഇത് അടിച്ച് അവർക്ക് കരിയർ ഇല്ല ഇവിടെ. തീർച്ചയായിട്ടും ഡയറക്ടേഴ്സ് മാസാമാസം വന്നോണ്ടിരിക്കും ഇവിടെ. അതില് 1-2 പ്രോജക്റ്റ് പോയാൽ പിന്നെ അവരുടെ ഫ്യൂച്ചർ ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും കേസിൽ അങ്ങനെ തന്നെയാണ്. ആക്ടറാണ്, എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. സിനിമ നമ്മൾ നമ്മള് അതിന് അങ്ങനെ കാണാനും പാടുള്ളൂ. ദാറ്റ്സ് ഓൾ. അപ്പൊ അവര് നല്ല ചിലപ്പോൾ ഒരു പറയുന്ന പരിപാടിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി എനിക്ക് തോന്നുന്നു കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. അതേപോലെ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പഠിച്ചുകൊണ്ടേയിരിക്കുക, വൺ ഓർ ദി അതർ തിങ്. അങ്ങനെ ഷെയ്ൻ ഇപ്പോഴെന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? എനിത്തിങ്? ഞാൻ ഇപ്പം ഈ അടുത്ത നമ്മുടെ ഒരു തെലുഗു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തെലുഗു ക്ലാസ്, ലാംഗ്വേജ് ക്ലാസ് ആണ്. അത് വളരെ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ എടുത്തു. നമ്മൾ പഠിച്ചു എന്നുള്ളതല്ല, സംവെയർ ബേസിക്സ് ആയിട്ട് ഞാൻ പഠിച്ചു. എനിക്ക് ഡയലോഗ് ബൈ ഹാർട്ട് പറയാൻ താല്പര്യമില്ല, ലാംഗ്വേജ് അറിഞ്ഞ് പറയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്. എക്സ്പ്രഷൻസ് വെച്ച് പറയണം. മീനിങ് മാത്രമല്ലല്ലോ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആക്ഷൻ കട്ടിന് വേണ്ടി. നമ്മുടെ ജെസ്റ്റേഴ്സും ഒക്കെ ഇമ്പോർട്ടന്റ്. ഐ വാണ്ട് ടു ബി ദാറ്റ് ക്യാരക്ടർ. സോ ലാംഗ്വേജ് അറിയാണ്ട് എനിക്ക് നടക്കില്ല. തമിഴ് നമുക്ക് പിന്നെ നമുക്ക് കേട്ട് പരിചയമുണ്ട്, പക്ഷെ തെലുഗു തീരെ മനസ്സിലാവുകയില്ല. കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്, സിനിമകൾ കൂടുതൽ കാണുന്നുണ്ട്. നൈസ്. അതാണ് ഒരു പുതിയ പഠനം. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ? മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ ഒന്നും ഒരിക്കലും മരിക്കാൻ പറ്റില്ല. എന്റെ മക്കളും മക്കളുടെ മക്കളും കേൾക്കും. അത്ര നാൾ ഈ ഭൂമി ഉണ്ടെങ്കിൽ. ഏതാണ് വൺ സിംഗിൾ ആൽബം ദാറ്റ് ഇസ് യുവർ ഫേവറേറ്റ്? പുള്ളിയുടെ ഒരു പാട്ടായിട്ട് പറയാൻ പറ്റില്ല, പുള്ളി ആസ് എ ഹോളാണ് എനിക്ക്. ഇപ്പോൾ ഇടയ്ക്ക് ബീറ്റിട്ട് കേട്ടാൽ പോലും നമ്മൾ വൺ ചാർജാണ്. They don't really care about us കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ ലെവലാണ്. ഞാൻ ഐ വിൽ ഡു ഇറ്റ്. അതായത് അത്രയും ഒരു സംതിങ് നമുക്ക് പ്രൊഫൗണ്ട് ആയിട്ടുള്ള എന്തോ ഒരു സാധനം പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് കുറേം കൂടെ ഷെയ്നിന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ബിക്കോസ് മ്യൂസിക് ഇസ് ദേർ ഇൻസൈഡ് യു. മേ ബി അതുകൊണ്ടായിരിക്കും. അപ്പൊ കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. വേറെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പൊ അനിരുദ്ധ ആയാലും ശരി, ഇപ്പൊ പുതിയ വന്ന സായി ആണെങ്കിലും സായി ഡിങ്കറാണ്. നമ്മുടെ ഇവിടെ ഇപ്പൊ സുശീലാണെങ്കിലും റെക്സ് വിജയനാണെങ്കിലും. റെക്സേന്റെ ഞാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു മ്യൂസിക്കാണ്. ഇവരെല്ലാരെയും നല്ല പാട്ടുകൾ ആര് ചെയ്യുന്നു അവരുടെ എല്ലാവരുടെയും ഫാനാണ് ഞാൻ. പക്ഷെ ഗോഡ് എന്ന് പറയൂലേ നമ്മൾ, എൻജോയ്. So you're all set for a rapid fire. Okay. One role you wish you could steal it from another actor? Maybe Rockstar. Oh, that's amazing. Favorite co-star you have ever worked with? Saubin Shahar. A genre you haven't explored yet but wish to? Period drama. One habit you want to change? Overthinking on sometimes. Favorite hangout spot in Kerala? Home. One word fans use to describe you? I don't know. That you have to ask fans. പൊതുവെ ഷെയ്ന്റെ എന്താണ് ആരാധകര് എവിടെയെങ്കിലും പബ്ലിക്കലി ഒരു സ്പേസിലേക്ക് പോണ സമയത്ത് അത് നല്ലൊരു കാര്യമാണല്ലേ, ദേ ആർ അക്സെപ്റ്റിംഗ് യു ജസ്റ്റ് ലൈക്ക് എ ഫാമിലി. ഇഫ് നോട്ട് an actor, who else you would be? ഞാനിപ്പോഴും ആക്ടറായിട്ടൊന്നുമല്ല. Come on. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അത് റിയാലിറ്റി. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഷെയ്നെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ആക്ടർ ഐഡന്റിറ്റി അല്ല. ഞാൻ അങ്ങനെ ഐ ഡോണ്ട് കണക്ട് വിത്ത് എനി ഓഫ്
that I'm just a human being. അത് ഇപ്പൊ ഞാൻ ഇരുന്ന വേഷമാണത്, നാളെ ഞാൻ എന്താണെന്ന് എനിക്കറിയാം. That's so beautiful of you. That എന്താ പറയാ, എനിക്ക് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ somewhere I felt that you got that Sufism kind of thing, that detachedly attached from everything, right? Or the vice versa thing. Yeah, that's what I'm trying. That's amazing. Yeah. നല്ലത്. A hidden talent fans doesn't know. I know what is it. Music ആണ്. Should be, right? Yeah, I mean, of course. Yeah. Music. So what can fans expect you from next? തീർച്ചയായിട്ടും എനിക്ക് അവർക്ക് വേണ്ടി അവര് കൊടുക്കുന്ന 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അവരെ പൂർണ്ണമായി സാറ്റിസ്ഫൈ ചെയ്യുന്ന ജോണർ ഒന്നുമല്ല. Okay. വാട്ട് എവർ ഇറ്റ് ഈസ്, അവര് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു സന്തോഷത്തോടെ ഇറങ്ങുന്നത് എന്ത് ഇങ്ങനത്തെ പടങ്ങളിൽ പാർട്ടാവണമെന്നുള്ളതാണ്. Amazing. ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആരാണ്? മദറാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹു ഗിവ്സ് യു ദ മോട്ടിവേഷൻ? മദറാണ്. That's so sweet. Before we wind up, എന്താണ് ഷെയ്ഡിന് മലയാളി പ്രേക്ഷകരോട് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഓവർ ടു യു. May 8 ദൃഢം റിലീസാവുന്നത്. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ആ ഒരു ജോണറിനോട് പൂർണ്ണമായി നീതി പുലർത്തിയിട്ടുള്ളൊരു സിനിമയാണ്. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ. താങ്ക്സ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് അസ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു സ്പേസ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നത് IBIS MG റോഡ് കൊച്ചിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഡൂയിങ് ഇറ്റ്. താങ്ക്സ് എ ലോട്ട്. അതുപോലെ നമ്മോടൊപ്പം ഇത്രയും നേരം സമയം ചിലവഴിച്ച ഓരോ പ്രേക്ഷകരും നന്ദി, നമസ്കാരം.